നാം ഉൾപ്പെടുന്ന ഒരുപാട് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ മണ്ണിന്റെ സംരക്ഷണം എന്ന സുപ്രധാന വിഷയം മുൻനിർത്തിയാണ് മണ്ണിനെ ശ്വാസം മുട്ടിക്കുന്ന തറയോടുകൾ എന്ന ഈ ഗവേഷണ പ്രൊജക്ട് നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ മുറ്റങ്ങളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന പേവിംഗ് ടൈലുകളും ഇന്റർലോക്കുകളും മണ്ണിന്റെ സ്വാഭാവിക ഗുണങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന ഗൗരവകരമായ അന്വേഷണമാണിത്. കുഴൽമന്നം VRCയുടെ നേതൃത്വത്തിൽ CAHSS കുഴൽമന്നം, GHSS പെരിങ്ങോട്ടുകുറിശി, GHS ബേമന്നൂർ, GHS കുഴൽമന്നം, CFD-VHSS മാത്തൂർ, GHSS കോട്ടായി എന്നീ വിദ്യാലയങ്ങളിലെ 28 കുട്ടി ഗവേഷകരാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. അവരുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് 8ാം ക്ലാസ്സിലെ കുട്ടി ഗവേഷകരായ അനാമിക, അനുശ്രീ, അർച്ചന, അലൈഡ എന്നിവർ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് തറയോടുകൾ കാരണം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് കണ്ടെത്തിയ പ്രശ്നങ്ങളും അതിനെതിരെ സ്വീകരിക്കേണ്ട പരിഹാര മാർഗങ്ങളുമാണ്. ഞങ്ങളുടെ ഈ പ്രൊജക്ട് ക്ലാസ് മുറിയിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടായ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഉണ്ടായത്. ബയോളജിയിലെ ആദ്യ പാഠമായ നട്ടുനനയ്ക്കാൻ നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗം എടുക്കുമ്പോൾ മണ്ണിന് ജീവനുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അപ്പോൾ നാം മണ്ണിനെ ടൈൽസ് ഇട്ട് മൂടുമ്പോൾ ശ്വാസം മുട്ടില്ലേ എന്ന ചോദ്യമാണ് ഞങ്ങളെ ഈ പ്രൊജക്റ്റിലോട്ട് നയിച്ചത്. നമസ്കാരം, എർത്ത് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത: നമ്മുടെ വീട്ടുപടിക്കൽ ഒരു നിശബ്ദ ദുരന്തം നടക്കുന്നു. ഭംഗി കൂട്ടുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന പേവിംഗ് ടൈലുകൾ മണ്ണിനടിയിലെ ഒരു വലിയ ലോകത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ അലീഡ സ്ഥലത്തുണ്ട്. ഹലോ അലീഡ. ഹലോ അനുശ്രീ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പുതിയ വീടിന്റെ മുറ്റത്താണ്. ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാനിടമില്ലാതെ ടൈൽസ് ഇട്ട് മുറ്റം മുഴുവൻ പാകിയിരിക്കുന്നു. നമുക്കിതിനെ കുറിച്ച് ഇവിടുത്തെ മണ്ണിനടിയിലുള്ള ഒരു താമസക്കാരോട് സംസാരിച്ചാലോ? ഹലോ മിസ്റ്റർ ബാക്ടീരിയ, താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? റിപ്പോർട്ടർ, ഞാനിവിടെ ശ്വാസം മുട്ടി മരിക്കുകയാണ്. മുൻപൊക്കെ മഴ പെയ്യുമ്പോൾ എനിക്ക് ധാരാളം വെള്ളം കിട്ടുമായിരുന്നു, കാറ്റും വെയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ വലിയ തറയോടുകൾ കാരണം ഞങ്ങൾക്ക് ശ്വാസം കിട്ടുന്നില്ല. മണ്ണിന്റെ ചൂട് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഫംഗസുകൾ, മണ്ണിരകൾ, സസ്യങ്ങൾ ഒക്കെ ചത്തുപോയി. ഇതാ നോക്കൂ. ഞങ്ങൾ മരിച്ചാൽ മണ്ണ് നശിക്കും. പിന്നെ ഈ മനുഷ്യൻ എവിടെ കൃഷി ചെയ്യും? വലിച്ചെറിയുന്ന ജൈവമാലിന്യങ്ങൾ എങ്ങനെ അഴുകി മണ്ണാകും? കേട്ടില്ലേ നമ്മുടെ ബാക്ടീരിയയുടെ സങ്കടം? നമുക്കിതിനൊരു പ്രതിവിധി കാണണ്ടേ? ഇതിനൊരു പ്രതിവിധി കാണുവാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമായി നമുക്ക് കുറച്ച് കുട്ടി ഗവേഷകരുടെ അടുത്തേക്ക് പോയാലോ? നമസ്കാരം, ഞാൻ എർത്ത് ന്യൂസിൽ നിന്നാണ്. താങ്കൾ കുട്ടി ഗവേഷണ കൂട്ടത്തിലെ വിദ്യാർത്ഥി ശാസ്ത്രജ്ഞനല്ലേ? അതെ, വാർത്തകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. താങ്കൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഈ കാര്യം വളരെയേറെ ഗൗരവമേറിയതാണ്. പേവിംഗ് ടൈലുകളുടെ വ്യാപക ഉപയോഗം വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. അശാസ്ത്രീയമായ തറയോടുകളുടെ ഉപയോഗം മണ്ണിലെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു. ജീവലോകത്തിൽ മണ്ണിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ നട്ടുനനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്ന് ഈ പാഠഭാഗം അറിയാത്തവർക്കും കൂടി മനസ്സിലാക്കുവാൻ അതൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. അതിനെന്താ, ഞങ്ങൾ കൂട്ടുകാർ ചേർന്ന് മണ്ണിനെ ശ്വാസം മുട്ടിക്കുന്ന തറയോടുകളെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. എവിടെ വെച്ചായിരുന്നു നിങ്ങൾ ഈ പഠനമൊക്കെ നടത്തിയത്? സ്കൂൾ പരിസരങ്ങളിലായിരുന്നു ഞങ്ങൾ പഠനം നടത്തിയിരുന്നത്. വിവിധ തരം തറയോടുകൾ, വ്യാപനത്തോത്, കാലപ്പഴക്കം എന്നിവ സർവേയിലൂടെ ഒരു ചോദ്യാവലിയുടെ സഹായത്തോടെ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ പട്ടികയും പൈ ഡയഗ്രാമും തയ്യാറാക്കി. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? തുടർന്ന് ഫീൽഡ് ട്രിപ്പ് നടത്തി ജലലഭ്യതയിലെ മാറ്റം, ചൂട് അനുഭവപ്പെടുന്നതിലെ വ്യത്യാസം എന്നിവയും കണ്ടെത്തി. ഈ ജലലഭ്യതയുടെ വ്യത്യാസവും ചൂട് അനുഭവപ്പെടുന്നതിലെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? താങ്കളും കുട്ടി ഗവേഷണ കൂട്ടത്തിലെ വിദ്യാർത്ഥി ശാസ്ത്രജ്ഞനല്ലേ? അതെ,
ഞങ്ങളുടെ ഈ ഗവേഷണ റിപ്പോർട്ടിന്റെ കരട് രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംശയ നിവാരണം നടത്തുവാൻ മെന്റർ ടീച്ചർമാരെ സന്ദർശിച്ചിരുന്നു. നിങ്ങൾ ഈ പ്രൊജക്റ്റിലൂടെ എന്താണ് കണ്ടെത്തിയത്? അതുവഴി നിങ്ങൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കുമോ? തീർച്ചയായും. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ കണ്ടെത്തിയത് പേവിംഗ് ടൈലുകളുടെ വ്യാപകമായ ഉപയോഗം മണ്ണിലെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു. അതുവഴി ജീവജാലങ്ങളുടെ നാശം ആരംഭിക്കുന്നു. മണ്ണ് പരിശോധനയിലൂടെ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനുള്ള മണ്ണിന്റെ ജീവൻ എടുക്കാൻ തറയോടുകൾ കാരണമാകുന്നു എന്ന പരികൽപ്പന ശരിവെക്കുന്ന റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ നല്ല കണ്ടെത്തലുകളാണ് നിങ്ങൾ ഈ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത്. വരും തലമുറയുടെ നിലനിൽപ്പിനായി മണ്ണിന്റെ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ്. മണ്ണ് നാം സംരക്ഷിക്കേണ്ടേ, അത് നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോ അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തത്? ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. സ്കൂൾ അസംബ്ലിയിൽ പ്രൊജക്ട് അവതരണം, ഇക്കോ ഫ്രണ്ട്ലി ഗ്രാസ് പേവിംഗ് ടൈൽസ് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക, ടെറാക്കോട്ടയും മുട്ടത്തോടും ഉപയോഗിച്ചുള്ള ഒരു പ്രകൃതി സൗഹൃദ ടൈലുകൾ ഞങ്ങൾ നിർമ്മിച്ചു. ദാ ഇതുപോലെ. ഇത്രയും നല്ലൊരു കണ്ടെത്തലുകൾ നടത്തിയ കുട്ടി ഗവേഷണ കൂട്ടർക്ക് എൻ്റെ പേരിലും എർത്ത് ന്യൂസിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ പ്രകൃതിയിലെ മാറ്റങ്ങൾ പ്രാദേശിക തലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു വീട്ടുമുറ്റത്ത് ടൈൽസ് പാകുമ്പോൾ അതൊരു ചെറിയ മാറ്റമല്ല ഉണ്ടാക്കുന്നത്, അത് യാഥാർത്ഥ്യത്തിൽ വളരെ വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രദേശം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു വലിയ സാമൂഹിക പ്രശ്നം തന്നെയായി മാറുന്നില്ലേ? ടൈലുകൾ കുറയ്ക്കുക, ഭൂമിയെ രക്ഷിക്കാം. കോൺക്രീറ്റ് മുറ്റങ്ങൾ വേണ്ട, കുളുമിയുള്ള മണ്ണ് മതി. ശ്വാസം മുട്ടുന്ന മണ്ണ്, പറ്റുന്ന കിണറുകൾ, ടൈലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. മണ്ണിൽ വിരിക്കാം ടൈലുകൾക്ക് പകരം പച്ചപ്പ്. ഈ പഠനം വിജയകരമാക്കി പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തറയോടുകളെ പറ്റിയായിരുന്നല്ലോ നിങ്ങളുടെ ഗവേഷണം. അപ്പം വിവിധ തരത്തിലുള്ള തറയോടുകളെ പറ്റി പറഞ്ഞു. അത് ഏതെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? കോൺക്രീറ്റുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഇന്റർലോക്ക് ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് ആയിരുന്നു കൂടുതൽ കണ്ടത്, പിന്നെയും കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും പേര് വ്യക്തമായി അറിയില്ലെങ്കിലും കുറച്ചറിയാം. ഇന്റർലോക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു നേരത്തെ. പിന്നെ പ്രകൃതിദത്ത കല്ലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രകൃതിദത്ത കല്ലാണ്. സർവേ നടത്തിയപ്പോൾ കൂടുതലും കണ്ടെത്തപ്പെട്ടത് അല്ല, കോൺക്രീറ്റ് ആയിരുന്നു കണ്ടെത്തപ്പെട്ടത്. നിങ്ങളിപ്പോ ഈ പറഞ്ഞില്ലേ ഇന്റർലോക്ക് ഉപയോഗിക്കുന്നതിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങുന്നില്ല എന്ന്. അപ്പൊ ഇപ്പൊ ഈ പുതിയ വരുന്ന ഇന്റർലോക്കുകളിലെല്ലാം ഗ്യാപ്പ് ഇടുന്നുണ്ടല്ലോ, അപ്പൊ അതിലൂടെ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നില്ലേ? ഇറങ്ങാറുണ്ട്, അതിൽ വെള്ളം ഇറങ്ങും. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇന്റർലോക്കെല്ലാം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന്റെ തലയോട് അവർക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. അത് ടൈൽസ് ഇടുന്ന ഭാഗത്ത് സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികളും മണ്ണിന്റെ ആവാസ വ്യവസ്ഥയും അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്, വെള്ളം മാത്രമല്ല. അതാണ് പറഞ്ഞത്. അല്ല, നിങ്ങളിപ്പോ ഇന്റർലോക്ക് അങ്ങനെ പറഞ്ഞോണ്ട് അത് നമ്മൾ സർവേ നടത്തിയ വീടുകളിൽ കൂടുതലും ഇന്റർലോക്കാണ് കണ്ടത്. അതാണ് പറഞ്ഞത്. താങ്ക് യു. അതിന് പകരമായിട്ട് ഈ തറയോടുകൾ ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയാൽ പോരെ, അല്ലെങ്കിൽ സ്പോഞ്ച് പോലെ അകത്തൂടെ വെള്ളം കടന്നു പോകുന്ന രീതി ക്രിയേറ്റ് ചെയ്താൽ പോരെ. ഞങ്ങളിപ്പോ തുടർ പ്രവർത്തനങ്ങളായിട്ട് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു മോഡലും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മോഡലിന്റെ ഉള്ളു ഹോളോ അല്ലേ, അതിൽ ഉള്ളിലൊന്നുമില്ലല്ലോ, അപ്പൊ അതിന് എത്ര ഭാരം വരെ താങ്ങാൻ സാധിക്കും? അത് ഞങ്ങൾ ചെയ്ത് പ്രാവർത്തികമാക്കുന്നേ ഉള്ളൂ. അത് തുടർ പ്രവർത്തനങ്ങളാണ്. ഇതിപ്പോ ഒരു മോഡലാണ് ഉള്ളത്. അതിന് ഉള്ളിൽ ഹോളോ ആയിട്ടിരുന്നാ അതിന് എത്ര ഭാരം വരെ താങ്ങാൻ സാധിക്കും? അങ്ങനെ ഒന്നും മീൻസ് അതിന് ഭാരം താങ്ങാൻ സാധിക്കും, അതോ
താഴേക്ക് കുഴിഞ്ഞു പോവില്ലേ? അങ്ങനെയാണ് ചോദ്യം. ഇല്ല, ഭാരം താങ്ങാൻ സാധിക്കും. സാധിക്കും. അത് ഹോൾ വന്നിട്ട് വെള്ളം മണ്ണിലോട്ട് ഇറങ്ങാനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പൊടിയെല്ലാം മതിലുകളിൽ ചെന്ന് പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഈ മണ്ണിനെ വീർപ്പ് മുട്ടിക്കാതെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? പറ്റും. അതിന് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രൊജക്റ്റിന് ഇപ്പം ടെറാക്കോട്ട ഇതുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നനഞ്ഞാൽ ടെറാക്കോട്ട യൂഷ്വലി കുറേ നനഞ്ഞു കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. അപ്പം നിങ്ങൾ അതിനെന്ത് പരിഹാരമാണ് കണ്ടുവച്ചേക്കുന്നത്? അതൊരു പരിധി വരെ നിൽക്കും. അത് കുറേ വർഷം എടുക്കും. അത് ഒരു 30 to 35 years ഒക്കെ എടുക്കും. ഓക്കെ. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്റർലോക്കിന്റെ ഇടയിലുള്ള സൂക്ഷ്മജീവികൾ നശിക്കുന്നത്, അതിങ്ങനെ നിങ്ങൾ കണ്ടെത്തിയത്? മണ്ണ് പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ടൈലിട്ട ഭാഗത്ത് വന്നിട്ട് ഈ സൂക്ഷ്മജീവികളുടെ അളവ് വളരെ കുറവായിരുന്നു. അല്ലാത്ത ഭാഗത്ത് സൂക്ഷ്മജീവികൾ നോർമലി തന്നെ. ഇത് സൂക്ഷ്മജീവികൾ കമ്മിയായി വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വളരുമ്പോൾ പ്ലാന്റ്സിന് അധികം വളരാൻ പറ്റില്ല, ഈ ബാക്ടീരിയാസ് ഇല്ലാത്ത കാരണം. അത് കാരണം ഈ ടൈൽസ് ഇട്ട ഈ മണ്ണിലുള്ള ബാക്ടീരിയാസ് നശിച്ചു പോകും. അത് കാരണമാണ് ഇങ്ങനത്തെ പേവിങ് ടൈലുകളുടേതായിട്ട്. നിങ്ങൾ മണ്ണ് ചെക്ക് ചെയ്യാൻ എവിടെയാ കൊടുത്തത്? IRTC മുണ്ടൂര്. താങ്ക് യു. ജഡ്ജസ്, ധാരാളം ചോദ്യം ഇവിടെ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളുടേതായിട്ട് വേറെ ചോദ്യങ്ങളില്ല. നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു താങ്ക് യു സർ.